സൂംബ വിവാദം അനാവശ്യമെന്ന് മതനേതൃത്വത്തിന് പോലും ഇപ്പോൾ ബോധ്യമാകുന്നു. വെറുതെ മൈക്കും മഷിയും മുന്നിലുണ്ടെന്ന് കണ്ട് പറഞ്ഞും പോസ്റ്റിട്ടും കളിക്കുന്നവർ വരുത്തിവെക്കുന്നത് കേവല വിനയല്ല, വിനാശമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ കാറ്റിൽ പറത്തുന്നവർക്ക് എന്ത് ഗുണകാംക്ഷ! ഭരണഘടനയെ വികലമാക്കാനും ഒരു പേര് പോലും കലാസൃഷ്ടിയിൽ എതിർക്കപ്പെടുന്നവരുടെ കാലത്ത് അവർക്കൂർജ്ജമാകുന്ന മറുവശം ഓർക്കണം. ഇവിടെ പ്രതിസന്ധിയിലാകുന്നത് മതേതര ജനാധിപത്യ ചേരിയാണ്. അവർ മാത്രമല്ല, മുഖ്യധാരയിൽ മതേതരത്വവും ഗാന്ധിസവും വിളമ്പുന്നവരും അവരുടെ നിലപാടുകൾ ശ്രദ്ധിക്കണം. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന അഴകുഴമ്പൻ ഡയലോഗുകളാൽ വെള്ളത്തിൽ വരകൾ അല്ല വരയ്ക്കേണ്ടത്, ഷാർപ്പായി ഇടപെടണം. മതേതരത്വം ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് കോൺഗ്രസ് ആ അർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാണെന്ന് പറയുന്നവരോട് പരിഭവപ്പെടാനാകില്ല. അവിടെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ആർജവം ശ്ലാഘനീയമാകുന്നത്. ഒന്നായ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം കേരളം വെച്ചു പൊറുപ്പിക്കില്ല. സൂംബ വിവാദം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ആരോപിതർ ലക്ഷ്യം കാണാതെ ഒടുങ്ങേണ്ടി വന്നത് എന്തുകൊണ്ട്?